അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ സുപ്രധാനമായ 4 ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാതെ പരലോകത്തൊരടിമക്കും തൻ്റെ കാൽപാദം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാഹു വ അൻ ഇൽമിഹി ഫീമ ഫഅല വ അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വ ഫീമ അൻഫഖഹു വ അൻ ജിസ്മിഹി ഫീമ അബ്ലാഹു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം അൻ ഉംരിഹി ഫീമ അഫ്നാഹു, തൻ്റെ ആയുസ് എന്തിനു വേണ്ടിയാണ് അവൻ നശിപ്പിച്ചത് എന്നാണ്. മനുഷ്യൻ്റെ ജീവിതം എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. കൃത്യമായ ഒരു നിശ്ചിതമായ കാലമാണ് അള്ളാഹു മനുഷ്യർക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളത്. എന്തിനാണ് ഈ ആയുസ്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുവാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണാർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ആയുസ് അർത്ഥവത്താകുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ അവൻ സ്വീകരിക്കേണ്ടുന്ന ആദർശം മനസ്സിലാക്കി, ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ധന്യമാക്കുമ്പോഴാണ് ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുക്കുവാൻ അവന് സാധ്യമാകുക. രണ്ടാമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം വൻ ഇൽമിഹി ഫീമ ഫഅല, തൻ്റെ അറിവ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടിയ അറിവനുസരിച്ച് അവൻ എന്താണ് പ്രവർത്തിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവൻ ചെയ്തു വെച്ചത് എന്ന ചോദ്യത്തെയാണ് രണ്ടാമതായി കൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വരിക. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒന്നാണ് അറിവ് നേടുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അല കുല്ലി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് തേടുക എന്നുള്ളത് അവൻ്റെ മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അറിവ് തേടുന്നതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തന മേഖലയിൽ അതുണ്ടാകണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. മൂന്നാമത്തെ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടുന്ന സുപ്രധാനമായ മൂന്നാമത്തെ ചോദ്യം വ അൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വ ഫീമ അൻഫഖഹു, അവൻ സമ്പാദിച്ച സമ്പാദ്യം അത് ഹലാലായ രൂപത്തിലാണോ, എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്, അത് ഏതു കാര്യത്തിനൊക്കെ വേണ്ടിയാണ് അവൻ വിനിയോഗിച്ചത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് ഹലാലും ത്വയ്യിബുമായത്, അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. ഒരിക്കലും അനർഹമായത്, മറ്റൊരാളുടെ മുതൽ, പലിശ, അങ്ങനെ ഏതൊക്കെ അന്യായങ്ങളുണ്ടോ അധർമ്മങ്ങളുണ്ടോ അതിലൊന്നും പെടാതെ ന്യായമായ രൂപത്തിൽ മാത്രം ധനം സമ്പാദിക്കുകയും അത് നല്ലതിനു വേണ്ടി മാത്രം ചെലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നാലാമതായിക്കൊണ്ട് അഭിമുഖീകരിക്കേണ്ട ചോദ്യമെന്ന് പറയുന്നത് വൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, അവൻ്റെ ശരീരം അത് എന്ത് കാര്യത്തിനു വേണ്ടിയാണ് അവൻ നശിപ്പിച്ചത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ശരീരത്തോട് നമ്മൾ നിർവഹിക്കേണ്ടുന്ന കൃത്യമായ ബാധ്യതകളെക്കുറിച്ച് നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് ആ ശരീരത്തെ നന്മയുടെ രൂപത്തിൽ നല്ലതിനു വേണ്ടി ഹറാമുകൾ ഉപയോഗിക്കാതെ, ഹറാമുകളിലേക്ക് അവയവങ്ങളെ പറഞ്ഞയക്കാതെ നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി മനുഷ്യൻ കണ്ടെത്തേണ്ടത്. ജീവിതത്തെ മുഴുവനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് കാരണമാണ് എന്ന രീതിയിൽ ജീവിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ആ ആദർശത്തിൽ തന്നെ മരണപ്പെടുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.